ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 കുറച്ച് പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു പാർട്ട് 2വിനകത്ത് കണ്ടിന്യൂഷനാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി ലാഗ് അടുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റിയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളിവിടം വരെയാണ് പഠിച്ചു വെച്ചത്, അതായത് ഇത് വരെയാണ് പഠിച്ചു വെച്ചത്. ഈ ഒരു ബോക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത പോർഷനിലേക്ക് പോവാണ്. In previous classes, you would have recognized that minerals such as iron and copper have played an important role in various stages of human development. മനുഷ്യൻ്റെ പുരോഗതിയുടെ പല ഘട്ടങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് മിനറൽസാണ് അയണും കോപ്പറും എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നേരത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. സച്ച് റിസോഴ്സസ് ആർ നോൺ റിന്യൂവബിൾ. ചില റിസോഴ്സസൊക്കെ നോൺ റിന്യൂവബിൾ ആണ്, അതായത് തീർന്നു പോയാൽ അത് പിന്നെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. ലെറ്റ് us ഡിസ്കസ് റിസോഴ്സസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ എക്കോണമി ഓഫ് എ റീജിയൻ. ഒരു സ്ഥലത്തിൻ്റെ സാമ്പത്തികത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റിസോഴ്സുകളെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടം വരെ ഒന്ന് നോക്കാം. എന്നിട്ട് ഈ ഒരു മൈനിങ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ നോക്കാം. ഇതെന്താണ്? ഇത് ഐരൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. Minerals are naturally forming organic and inorganic substances with chemical and physical properties. കെമിക്കൽ രാസപരമായിട്ടും ഫിസിക്കൽ ഭൗതികപരമായിട്ടുമുള്ള മാറ്റങ്ങളുള്ള, അതായത് ഫിസിക്കൽ ഭൗതികപരമായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഗണങ്ങളുള്ള സബ്സ്റ്റൻസുകളെ, നാച്ചുറലി ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് ഓർഗാനിക് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇൻഓർഗാനിക് ആയിരിക്കും, ജൈവമോ അജൈവികമോ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് പെട്രോളിയം, അയൺ ഓർ ബോക്സൈറ്റ്. ഏതൊക്കെയാണ്? പെട്രോളിയം, അയൺ ഓർ ബോക്സൈറ്റ്. ഇത് മൂന്നുമാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അയൺ ഓർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, അയിര് എന്നാണ് പറയുന്നത്. വി cannot യൂസ് ദീസ് മിനറൽസ് ഡയറക്റ്റ്ലി. ഇപ്പോൾ പറഞ്ഞ മിനറൽസിനെ ഒന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ സൈഡിലൊരു ബോക്സ് ഉണ്ട്, മൈനിങ്. വായിച്ചു നോക്കാം. ദിസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് എക്സ്ട്രാക്ടിങ് വാല്യുബിൾ മെറ്റീരിയൽസ് ഫ്രം ദ എർത്ത് സർഫസ് ഓർ അണ്ടർഗ്രൗണ്ട്. എന്താണ്? എർത്തിൻ്റെ സർഫസിൽ നിന്നോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ നിന്നോ എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്ന, വേർതിരിച്ചെടുക്കുന്ന, വില മതിക്കുന്ന, മൂല്യമുള്ള, വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൈനിങ് അല്ലെങ്കിൽ ഖനനം എന്ന് പറയുന്നത്. മൈനിങ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു സർഫേസ് മൈനിങ് ആൻഡ് അണ്ടർഗ്രൗണ്ട് മൈനിങ്. മൈനിങ്ങിനെയും ഖനനത്തെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സർഫേസ് മൈനിങ്ങും മറ്റേത് അണ്ടർഗ്രൗണ്ട് മൈനിങ്ങും. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. Minerals found in the Earth's crust in the form of ores become usable only after mining and processing. എർത്തിൻ്റെ ക്രസ്റ്റിൽ നമ്മൾ എർത്തിൻ്റെ പാർട്സ് പഠിച്ചിരുന്നു. എർത്ത്, ഇതിപ്പോൾ എർത്താന്ന് വെച്ചോ. ഔട്ടർ മോസ്റ്റ് ലെയർ ക്രസ്റ്റ്, പിന്നെന്താ മാൻറ്റില്, ഇന്നർ കോറ്, ഔട്ടർ കോറ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ എർത്തിൻ്റെ ക്രസ്റ്റ്, ഏറ്റവും ഈ ഒരു സർഫസിലുള്ള ഭാഗം, ആ ഒരു ക്രസ്റ്റിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് ഈ ഓർ എന്ന് പറയുന്നത്, ഇരുമ്പ്, അയിര് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗപ്പെടുന്നത് എപ്പോൾ മാത്രമാണ്?
അത് ഖനനം ചെയ്തെടുത്ത് പിന്നെയും പ്രോസസ്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓറിനെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റൂ. മിനറൽസ് വിച്ച് വിൽ ബി മിക്സ്ഡ് വിത്ത് ഇംപ്യൂരിറ്റീസ് ആർ മൈൻഡ് ഫ്രം ദ എർത്ത് ഇൻ റോ ഫോം. അതായത് എർത്തിൽ നിന്ന് ചില മിനറൽസൊക്കെ ഇംപ്യൂരിറ്റീസുമായിട്ട് കലർന്നിട്ട് എർത്തിൻ്റെ ആ ഒരു പോർഷനിൽ ക്രസ്റ്റ് പോർഷനിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുമ്പോൾ റോ ഫോമിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ ദിസ് ഈസ് കോൾഡ് ഓർ, ഇതിനെയാണ് നമ്മൾ അയിര് എന്ന് പറയുന്നത്. ഓക്കെ, മിനറൽസ് ഫൗണ്ട് ഇൻ ദ എർത്ത്സ് crust in the form of ores become useful only after mining and processing. Minerals which will be mixed with impurities are mined from the earth in raw form. This is called ore. അത് സെറ്റല്ലേ? These ores can be converted into valuable minerals only through refining process. അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമുക്കതിനെ എന്താക്കാം? വാല്യുബിൾ ആയിട്ടുള്ള, വിലമതിക്കാനാകാത്ത, വിലയുള്ള, മൂല്യമുള്ള നല്ല വസ്തുക്കളാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, ഡിഡിൻ വി റിയലൈസ് ദാറ്റ് സം ഓഫ് ദ മിനറൽസ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് മെറ്റൽസ്. ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി കാണും, മിക്കവാറും എല്ലാ മിനറൽസും ഒരു മെറ്റലിൻ്റെ ഒരു കോമ്പൗണ്ട് അതിനകത്ത് കാണും. മെറ്റലിൻ്റെ ഒരു ഇച്ചിരി എന്തെങ്കിലും കാണും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. മിനറൽസ് ക്യാൻ ബി, അപ്പോൾ ഇതിനെ തുടർന്നിട്ട് മിനറൽസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. എന്തിനെ ബേസ് ചെയ്യാണ്? കമ്പോസിഷനെയും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നല്ലൊരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്, ഒരു മാപ്പ് പോലെ തന്നിട്ടുണ്ട്. മിനറൽസ് എന്ന് പറയുന്നതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും. മെറ്റാലിക് മിനറൽസിൻ്റെ കാര്യം ഇനി നമുക്ക് നോക്കാം. മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാലും രണ്ട് ടൈപ്പ് ഉണ്ട്. അതുപോലെ നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാലും രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പം മെറ്റാലിക് മിനറൽസിൻ്റെ ആദ്യത്തെ ഭാഗം മെറ്റാലിക് മിനറൽസ് കണ്ടെയ്നിങ് അയൺ. ഇരുമ്പ് ഉള്ള മിനറൽസ്, ഇരുമ്പുള്ള മെറ്റാലിക് മിനറൽസിനെ നമ്മൾ മെറ്റാലിക് മിനറൽസ് എന്നും, ഇരുമ്പില്ലാത്തതും ഇരുമ്പുള്ളതും അങ്ങനെ ഓർത്താൽ മതി. ഇരുമ്പ് ഉള്ളത്, ഇരുമ്പില്ലാത്തത്. കണ്ടെയ്നിങ് അയൺ, നോട്ട് കണ്ടെയ്നിങ് അയൺ. ഇനി നോൺ മെറ്റാലിക് മിനറൽസോ? ഓർഗാനിക്കും ഇൻഓർഗാനിക്കും. അത് എനിക്ക് തോന്നുന്നു മിനറൽസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക്കും ഇൻഓർഗാനിക്കും, ജൈവവും അജൈവികവുമായിട്ടുള്ളത്. അപ്പോൾ മെറ്റാലിക് മിനറൽസ് എന്താണെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റാലിക് മിനറൽസ് ആർ നാച്ചുറലി ഒക്വറിങ് സബ്സ്റ്റൻസസ് ഇൻ നേച്ചർ ദാറ്റ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് മെറ്റൽ. മെറ്റലിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ മെറ്റൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന മിനറൽസിനെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. The metal extracted from the metallic minerals through the refining process is usually hard and lustrous. ഈ മിനറൽസിൽ നിന്നും നമ്മൾ മെറ്റാലിക് മിനറൽസിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുമ്പോൾ, റിഫൈനിങ് പ്രോസസ്സിലൂടെ എക്സ്ട്രാക്റ്റ് ചെയ്ത് വേർതിരിച്ചെടുക്കുമ്പോൾ സാധാരണയായിട്ടും അതിന് കാഠിന്യമേറിയതും ലസ്റ്ററസ്, നല്ല ഷൈനി അപ്പിയറൻസ് ഉള്ളതും ആയിരിക്കും. An example of this is the extraction of aluminium from bauxite. ഇതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ തന്നെയാണ് അലൂമിനിയത്തിൽ നിന്നും അലൂമിനിയം ഫ്രം ബോക്സൈറ്റ്. ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം എടുക്കുന്ന കാര്യം. മെറ്റാലിക് മിനറൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 types based on. ഇനി ഈ മെറ്റാലിക് മിനറൽസിനെ 2 types ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അതും അയണിൻ്റെ പ്രസൻസ് വെച്ച്. ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്. അപ്പോൾ ഫെറസ് മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താ? അപ്പിയേഴ്സ് ഗ്രേ കളറിലായിരിക്കും വരിക. ഇവിടെയോ നോൺ ഫെറസ് ആണെങ്കിൽ പല കളറിൽ കാണും, അപ്പിയേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഇനി ഫെറസ് മെറ്റൽസിൽ മാഗ്നറ്റിക് ആയിരിക്കും, അപ്പോൾ അവിടെ നോൺ മാഗ്നറ്റിക്. ഇവിടെ ഹെവി ആണെങ്കിൽ അവിടെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആലോചിക്കാം. ഗ്രേ ആണെങ്കിൽ ഇവിടെ പല കളർ വരും. മാഗ്നറ്റിക് ആണ് നോൺ മാഗ്നറ്റിക്. ഹെവി ആണെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അയൺ ഓറിനെ പറ്റി കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, പിക്ചേഴ്സൊക്കെ ഉണ്ട്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലെമോനൈറ്റ്, സിഡറൈറ്റ്. നോക്കാം.
Based on the iron content, iron ore can be classified into four: magnetite, hematite, limetite, zeolite. Magnetite is called black ore. Good quality magnetite is found in Tamil Nadu, Karnataka, ജാർഖണ്ഡ്, ഗോവ ആൻഡ് ആന്ധ്രാപ്രദേശ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അയണിൻ്റെ കണ്ടൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഇരുമ്പ് എത്രത്തോളം കൊള്ളുന്നു എന്നുള്ളത്, ഇരുമ്പിൻ്റെ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ നാലായിട്ട് തിരിക്കാൻ പറ്റും. അയൺ ഓറിനെ നാലായിട്ട് തിരിക്കാം: മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമനൈറ്റ്, പിന്നെ സിഡറൈറ്റ്. ഇങ്ങനെ നാലായിട്ട് തിരിക്കാൻ പറ്റും. ഇതിനകത്ത് മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഓർ എന്നാണ് അറിയപ്പെടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല മാഗ്നറ്റൈറ്റ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? തമിഴ്നാടു, കർണാടക, ഗോവ, ജാർഖണ്ഡ് ആൻഡ് ആന്ധ്രാപ്രദേശ്. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കാണുന്നത്. തമിഴ്നാടു, കർണാടക, ജാർഖണ്ഡ്, ഗോവ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, ഇനി നോൺ മെറ്റാലിക് മിനറൽസിൻ്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിനറൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ മെറ്റൽസ് ആർ കോൾഡ് നോൺ മെറ്റാലിക് മിനറൽസ്. മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസ്, അതായത് മെറ്റൽസിനെ കണ്ടെയ്ൻ ചെയ്യാത്ത മിനറൽസാണ് ഇവയെന്ന് പറയുന്നത്. നോൺ മെറ്റാലിക് മിനറൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് ഹാർഡ്നെസ്, ലെസ്റ്റർ, ഡക്റ്റിലിറ്റി. ഇതൊക്കെ പൊതുവെ കുറവായിരിക്കും ഈ നോൺ മെറ്റൽസിന്. അതായത് മെറ്റാലിക് മിനറൽസിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ നോൺ മെറ്റാലിക്കിനകത്ത് ഹാർഡ്നെസ് ആയാലും ലെസ്റ്റർ ആയാലും ഡക്റ്റിലിറ്റി ആയാലും ഒക്കെ താരതമ്യേന കുറവായിരിക്കും. അതുപോലെ തന്നെ നോൺ മെറ്റാലിക് മിനറൽസിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? ഓർഗാനിക് മിനറൽസും ഇൻഓർഗാനിക് മിനറൽസും. ബയോ മിനറൽസ് ആയിട്ടുള്ള കോളും പെട്രോളിയം ഒക്കെ ഓർഗാനിക് കോമ്പോണൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതേപക്ഷം ഇൻഓർഗാനിക് മിനറൽസ് ആയിട്ടുള്ള ഗ്രാഫൈറ്റ്, ക്ലേ, ഇതൊക്കെ ഇൻഓർഗാനിക് കോമ്പോണൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ഇവിടെ ഒരു ഇത് തന്നിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ. ഓക്കെ, നോക്കിക്കേ, ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. അയൺ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി, ഗോൾഡ് ആക്സസറീസ്, ജ്വല്ലറി എന്നൊക്കെ എഴുതാം. കോപ്പർ വേണമെങ്കിൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെ കോപ്പർ നമുക്ക് കോപ്പർ വയേഴ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ. ഗ്രാഫൈറ്റ് പെൻസിൽ മേക്കിംഗ്, പെട്രോൾ ഫ്യൂവൽ, വെഹിക്കിൾസിൽ ഫ്യൂവലായിട്ട്, ക്ലേ ആർട്ടിന് ഉപയോഗിക്കും, പോട്ടറിക്ക് ഉപയോഗിക്കും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇനി എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇന്ത്യ ഈസ് റിച്ച് ഇൻ ഡൈവേഴ്സ് മിനറൽസ്. The country's geological features have contributed to its mineral diversity. Minerals are unevenly distributed in different states of India. Let us get to know the distribution of mineral deposit in India. ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഇന്ത്യയിലെ മിനറൽ ഡെപ്പോസിറ്റിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ഇൻട്രോയ്ക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിലുള്ള മിനറൽസ് ഉണ്ടെന്നും നമ്മുടെ കൺട്രി നല്ല രീതിക്ക് മിനറൽ ഡൈവേഴ്സിറ്റിയിലും കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടെന്നുള്ള കാര്യം തന്നിരിക്കുക. മാപ്പ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. ഇന്ത്യ മിനറൽ റിസോഴ്സസ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ലഡാക്കിലുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ, നമുക്കിതാ ഇൻഡെക്സ് ഒന്ന് നോക്കി ആദ്യം മനസ്സിലാക്കാം. അയൺ ഇതിനകത്ത് നമുക്കൊന്ന് നോക്കി വെക്കാം, അല്ലെ ബോക്സൈറ്റ് നമുക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ. ഗോൾഡ് നമുക്ക് നോക്കാം. ഗോൾഡ് ഡെപ്പോസിറ്റ് ഉള്ളവരെ നമുക്കൊന്ന് നോക്കി വെക്കാം. എന്നാൽ ആദ്യം നമുക്ക് ഗോൾഡിനെ കണ്ടുപിടിക്കാം കേട്ടോ. ഗോൾഡ് എവിടേക്കാണ്? മേളിയും താഴോട്ടോ താഴെയും മേളിലോട്ടോ ഒക്കെ നോക്കാം. അതാ എവിടെയാ? കേരള ഗോൾഡ് ഉണ്ട് കേട്ടോ. കേരളയിൽ ഒരിടത്ത് ഗോൾഡ് ഉണ്ട്. നമ്മളൊന്ന് കണ്ടുപിടിച്ചു. വേണ്ട, കുത്തൊന്നും ഇടണ്ട. കേരളത്തിൽ ഒരിടത്ത് ഗോൾഡ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അതാ കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ജാർഖണ്ഡിലുണ്ട്, മധ്യപ്രദേശ്, അത്രയൊക്കെ ഉള്ളൂ. ഗോൾഡ് ഭയങ്കര കുറവാണ് ഇപ്പം നോക്കിയപ്പോൾ. നമുക്കിവിടെ ഒത്തിരി നോക്കാം. ഇനി വേറെ ഏതാ ഉള്ളതെന്ന് നോക്കാം. അയൺ നോക്കാം. അയൺ കേരള, തമിഴ്നാടു,
പിന്നെ കർണാടക, മഹാരാഷ്ട്രയിലെ ദാദ്ര ആൻഡ് നാഗർ ഹാവല്ലി അവിടെ, പിന്നെ ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, പിന്നെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഇതൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാടടുത്ത് ഉണ്ട്. അങ്ങനെ മെയിനായിട്ട് നമ്മൾ ഇതെല്ലാം നോക്കി വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അതാ ചെയ്യാനുള്ളതുണ്ട്. ലൊക്കേറ്റ് ഇൻ ദ മാപ്പ് ദ മേജർ മിനറൽസ് ആൻഡ് ദ സ്റ്റേറ്റ്സ് വേർ ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. മെയിനായിട്ടുള്ള മേജർ മിനറൽസും അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണെന്നുള്ള കാര്യം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഫില്ല് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, നോക്കിയിട്ട് എഴുതിയാൽ മതിയല്ലോ. അയൺ ഇപ്പോൾ എവിടെയൊക്കെയാണ്, നമ്മളിപ്പോൾ കുറേ സ്ഥലം കണ്ടു, അതൊക്കെ എഴുതാം. കോള്, മാംഗനീസ് ആ ഒരു പ്ലസ് പോലത്തെ ആ ഒരു സിമ്പിളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അതെ മാംഗനീസ് അതാ. കോളാണ് ഈ ബ്ലാക്ക് കളർ ഡോട്ട്, ഇങ്ങനെ ഡിസൈനുള്ള ബ്ലാക്ക് കളർ ഡോട്ട്, ഒരു റിങ് പോലെ വരുന്നത് അയണാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി എന്താ ഇവിടെ പറയുന്നത്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കൊടുത്തിട്ടുണ്ട്, ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്നതാ ഇവിടം വരെ മതി. നമുക്ക് അവിടെ ഒരു മാർക്കിട്ട് വെക്കാം. കാര്യം കഴിഞ്ഞ വട്ടം മാർക്ക് ഇട്ടാത്തതുകൊണ്ടാണ് നമുക്ക് ഡൗട്ട് വരുന്നത് എവിടെയാണ് എന്നുള്ളത്. നിങ്ങളും ഓർക്കണം കേട്ടോ. ഞാൻ ലൈൻ ഇട്ടിട്ടുണ്ടേ, സെറ്റായി. ഓക്കെ, അപ്പോൾ ഗൈസ് താങ്ക് യു, ബൈ. അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ പിക്ചറിൻ്റെ ഈ ഒരു തംബ്നെയിലുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് 3 പേര് കൂടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് കൃപ, രണ്ടാമത്തേത് വൈഗ, ശ്രേയ, അമേയ. ബൈ.